എല്ലാവർക്കും നമസ്കാരം. RPF നോട്ടിഫിക്കേഷൻ ഇതാ ഒഫീഷ്യലായിട്ട് റിലീസായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന റിക്രൂട്ട്മെൻറ്റ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് SI സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്കുള്ള വാക്കൻസികൾ ഒഫീഷ്യലായിട്ട് ഇതാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്ററി ഓഫ് റെയിൽവേസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് കോൺസ്റ്റബിളും ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് SI പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ റെയിൽവേയിൽ, ഇന്ത്യൻ റെയിൽവേയിൽ, കേന്ദ്ര സർക്കാർ ജോലിയാണ് ഇന്ത്യൻ റെയിൽവേയിൽ SI കോൺസ്റ്റബിൾ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കാം. അപ്പോൾ 2/1/2024 ഡേറ്റഡിൽ വന്ന ഒഫീഷ്യൽ നോട്ടീസാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ കാണാം ഓരോ ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. റിക്രൂട്ട്മെൻറ്റ് ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. എക്സാം പാസ്സാവുന്നവരെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, ഇങ്ങനെയാണ് സെലക്ഷൻ വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. 20 മുതൽ 25 ഏജ് ലിമിറ്റ്, 20 വയസ്സ് മുതൽ 25. പിന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് 10ാം ക്ലാസ്സാണ് യോഗ്യത, മറ്റ് ക്വാളിഫിക്കേഷൻ വേണ്ട. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ. RPF റിക്രൂട്ട്മെൻറ്റ് ഫൈനലായിട്ട് ഇതാ റിലീസായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏജ് റിലാക്സേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വയസ്സിൽ 5 വർഷം SC/ST-കാർക്കും 3 വർഷം OBC വിഭാഗത്തിലുള്ളവർക്കും റിലാക്സേഷൻ കിട്ടും. അഡീഷണലായിട്ട് ഏജിന് റിലാക്സേഷൻ കിട്ടുന്നതാണ്. UR OBC ഈ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്റർ ആൺകുട്ടികളും 157 സെൻറ്റിമീറ്റർ പെൺകുട്ടികൾ ഹൈറ്റ് ഉണ്ടാവണം. 80 സെൻറ്റിമീറ്റർ ചെസ്റ്റും 85 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആൺകുട്ടികളുണ്ടാവുക. ഇത് UR OBC ആണ്. ഇനി SC/ST-കാരാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾ ഹൈറ്റ് ഉണ്ടാവണം. 152 സെൻറ്റിമീറ്റർ ഫീമെയിൽസ് ഹൈറ്റ് വേണം. 76.2 സെൻറ്റിമീറ്റർ ചെസ്റ്റും 81.2 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയാണ് ഫിസിക്കൽ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല. ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി മാസത്തിൽ തുടങ്ങുമെന്നാണ് ഈ ഒരു പ്രകാരം നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ എന്തായാലും നോട്ടീസ് വന്നിട്ടുണ്ട്, ഒഫീഷ്യൽ നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ച് തുടങ്ങാം. നല്ലൊരു ചാൻസ് തന്നെയാണ്. വാക്കൻസി കുറച്ച് കുറവാണ്. വാക്കൻസി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിലവിൽ 2000 വാക്കൻസിയാണ് കോൺസ്റ്റബിളിലും 250 വാക്കൻസി SI പോസ്റ്റിലേക്കും വന്നിട്ടുണ്ട്. ഈ ഒരു വാക്കൻസി ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. തീരെ കുറവാണ്. 2250 വാക്കൻസിയാണ് ഓൾ ഇന്ത്യ ലെവൽ വന്നിട്ടുള്ളത്. ഈ ഒരു വാക്കൻസി കൺഫേം അല്ല, മാറാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. 90 മിനിറ്റ്, 120 ക്വസ്റ്റ്യൻസാണ്. 50 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്സും അരിത്തമെറ്റിക്കിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35. അങ്ങനെയാണ് 2 പോസ്റ്റിലേക്കും വരുന്ന സിലബസ്. ഈ ഒരു സിലബസാണ് നിങ്ങൾ പഠിക്കേണ്ടത്, നോട്ട് ചെയ്യുക. അപ്പോൾ ആൺകുട്ടികളുടെ ഫിസിക്കൽ ടെസ്റ്റ് സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 6 മിനിറ്റ് 30 സെക്കൻഡിൽ 1600 മീറ്റർ ഓടിക്കയറണം. ഇനി കോൺസ്റ്റബിൾ ആണെങ്കിൽ 5 മിനിറ്റ് 45 സെക്കൻഡാണ് ടൈം കിട്ടുള്ളൂ. പെൺകുട്ടികളാണെങ്കിൽ 800 മീറ്റർ ഓട്ടമായിരിക്കും. സബ് ഇൻസ്പെക്ടറിലേക്ക് പെൺകുട്ടികൾക്ക് 4 മിനിറ്റ് ടൈമിൽ 800 മീറ്റർ കവർ ചെയ്യാം. ഇനിയിപ്പോൾ കോൺസ്റ്റബിൾ ആണെങ്കിൽ 3.40 സെക്കൻഡാണ് ടൈം കിട്ടുള്ളൂ. പിന്നെ ലോങ് ജമ്പ്, ഹൈ ജമ്പ് തുടങ്ങിയ ഇവൻസും ഉണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾ പാസ്സാവണം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസൊക്കെ 250 രൂപ SC/ST-കാർ, UR OBC-കാർക്ക് 500 രൂപയാണ് ഫീസ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ജനുവരി മാസം നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ഈ വർഷം തന്നെ റിക്രൂട്ട്മെൻറ്റ് നടത്തുമെന്ന് ഏകദേശം ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. കാരണം ഒഫീഷ്യൽ നോട്ടീസ് ഇതാ മിനിസ്റ്ററി ഓഫ് റെയിൽവേസ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇന്ന് വന്ന അപ്ഡേറ്റ് ആണ്. പരമാവധി നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിച്ചു കൊടുക്കുക. 10 പാസ്സായവർക്ക് കോൺസ്റ്റബിളും ഡിഗ്രി പാസ്സായവർക്ക് SI, അതും റെയിൽവേയിൽ കേന്ദ്ര സർക്കാർ ജോലി. അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ റീഡ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.